ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളുടെ ഓണം സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര ഹെവി മേക്കപ്പ് ലുക്ക് അല്ല. നമുക്കിപ്പോൾ ഒരു കോളേജ് ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓഫീസിൽ ഒരു ഓണം സെലിബ്രേഷൻ, അതിനൊക്കെ ഹെവി മേക്കപ്പ് ലുക്ക് വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോർമലി ഓണത്തിന് സെറ്റ് സാരി, സെറ്റ് മുണ്ട് അല്ലെങ്കിൽ ധാവണി ഇതൊക്കെയല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിന്നൊരു ഡ്രസ്സാണ് കേട്ടോ, ഓണത്തിന്റെ തീമിൽ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ, ഇത് എവിടെ നിന്നാണ് ഞാൻ വാങ്ങിയെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പൊ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാനിവിടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് അതിനുശേഷം ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സ്കിന്ന് എങ്ങനെ പ്രിപ്പ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ മേക്കപ്പും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ എൻ്റെ ഫേസിൽ ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റിന്റെ എല്ലാ ലിങ്കും ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഇനി ഞാനിവിടെ പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഫേസിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ആണ്, അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ പ്രൈമർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് സൺസ്ക്രീൻ വേണം എന്നുള്ളവർക്ക് സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇന്ന് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി ഞാനിവിടെ ഇൻസൈറ്റിന്റെ പ്രൈമർ വെച്ചിട്ട് എൻ്റെ ഫേസിൽ ഒന്ന് പോർസ് ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഈ പർപ്പിളിന്റെ ഈ കൺസീലർ പാലറ്റ് ആണ് എടുത്തിട്ട്, നമ്മൾ ഇന്നത്തെ ഒരു മേക്കപ്പിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, പകരം ഈ ഒരു പർപ്പിളിന്റെ കൺസീലർ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് എന്റെ പുരുകത്തിന്റെ അടിയിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരുക നന്നായിട്ട് തന്നെ ഇങ്ങനെ എടുത്ത് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യേ. അപ്പം മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പുരുകം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോഴേ. അതിനുശേഷം അത് ഞാൻ ഐലിഡിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഷാഡോ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് പോപ്പ് ചെയ്ത് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഇവിടെ ഒരു കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണെങ്കിലും മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പൗഡർ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ മാസിന്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ കളർ എടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഡാർക്ക് ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഔട്ടർ കോർണറിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ബ്രഷിൽ എടുത്തിട്ട് ആദ്യം ഇട്ട് കൊടുത്ത ആ ഒരു ഐ ഷാഡോ ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല സർക്കുലർ മോഷനിൽ വേണം നമ്മൾ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ആ ബാക്കിയുള്ള പോർഷനിലും കൂടെ നമ്മുടെ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ ഉണ്ടല്ലോ, അതും കൂടെ ഞാനൊന്ന് കണ്ണിൽ ഫുൾ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഔട്ടർ കോർണർ മാത്രം കുറച്ചൊന്ന് ഡാർക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷിമ്മർ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം നോർമൽ ഒരു ഐ ലുക്കാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ നമ്മളുടെ പാക്കിന്റെ ഒരു ജെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാക്കിന്റെ ജെൽ ഐലൈനർ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് പതുക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതും കൂടെ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ പർപ്പിളിന്റെ കൺസീലർ പാലറ്റിൽ നിന്നും എൻ്റെ സെയിം ഷെയ്ഡ് കൺസീലർ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഡിസ്കളറേഷൻ ഉള്ള പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത്, ഡാർക്ക് സർക്കിൾ ഉള്ള ഭാഗത്ത് ഒക്കെ ഒന്ന് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സെയിം ബ്രഷ് വെച്ചിട്ട് അതിൽ ബാക്കിയുള്ളത് തന്നെ എൻ്റെ ഫേസിലും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആക്കി കൊടുത്തിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ആ ഒരു ബ്രഷിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്രീം കൺസീലർ അല്ലേ യൂസ് ചെയ്തത്, അപ്പോൾ അത് കുറച്ച് നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഇതേപോലെ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഫേസിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മേക്കപ്പ് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഇനി നമുക്ക് നമ്മളുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗറിന്റെ ഒരു ബനാന പൗഡർ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോമ്പാക്ട് പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഇതേപോലെ ഒരു പൗഡർ പഫിൽ എടുത്തിട്ട് അത് ജസ്റ്റ് കയ്യിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ണിന്റെ അടിവശമാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്യുന്നത്. ശേഷം ഞാനിവിടെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവന്റെ ബ്ലഷ് ആണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ക്രീം ബ്ലഷ് ആണ്. ഇനി ഞാൻ ഫേസ് ഫുള്ളായിട്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഞാൻ ഫേസിൽ ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ചീക്ക് ബോണിൽ, നോസിന്റെ മുകളിലായിട്ട്, പിന്നെ ഈ ക്യൂബിക് ബോയിൽ, അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് ഫേസ് കോണ്ടൂർ ചെയ്യണം എന്നുള്ളവർക്ക് ഫേസ് കോണ്ടൂറും കൂടെ ചെയ്ത് കൊടുക്കാമേ. ഇനി ഞാൻ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, ഇത് ലാക്മിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ബാക്കി ഫിനിഷ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ ആ ഒരു സെയിം പാക്കിന്റെ ജെൽ ലൈനർ വെച്ചിട്ട് തന്നെ കണ്ണിന് താഴ്വശവും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഒരു ബ്രിക്ക് കൈൻഡ് ഓഫ് കളർ, അത് വെച്ചിട്ട് തന്നെ താഴ്വശവും നമ്മളൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം ജെൽ ലൈനർ വെച്ചിട്ടാണ്. കണ്ണ് എഴുതുന്നത് ഫുള്ളായിട്ടല്ല, ജസ്റ്റ് ഒന്ന് വാലിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു ഔട്ടർ പോർഷനിലായിട്ടൊന്ന് മുട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി അവിടെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫുള്ളായിട്ട് മൊത്തത്തിൽ എഴുതി കൊടുക്കുന്നില്ല. ആ എൻഡ് ഭാഗം മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നർ കോർണറും ഞാനൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്ക് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന് ഈ വീഡിയോയ്ക്കകത്ത് റെക്കോർഡ് ആയില്ലായിരുന്നു. സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ജ്വല്ലറിയും എല്ലാം ഒന്ന് ഇട്ട് സെറ്റായിട്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയുക. പിന്നെ ഈ ഡ്രസ്സ് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എടുത്താണ്. നല്ല അടിപൊളി ഫ്ലോറൽ വർക്ക് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ കഴുത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഈ ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓണത്തിനെന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് പിന്നീടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഡെലിവറി ആവുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ ബാംഗ്ലൂരിൽ തന്നെ ഈ ഡ്രസ്സ് എനിക്ക് 4 ദിവസത്തിനുള്ളിൽ കിട്ടിയായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ എന്താ പറയുക, നാട്ടിലേക്ക് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ഡെലിവറി ചാർജ് ഉണ്ട്. എനിക്കൊരു എക്സ്ട്രാ 100 രൂപയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ മറക്കാതെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ടിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.